കൊച്ചി കുണ്ടന്നൂരിലെ തോക്ക് ചൂണ്ടി കവർച്ചയ്ക്ക് പിന്നിൽ ട്രേഡ് പ്രോഫിറ്റ് ഫണ്ട് എന്ന തട്ടിപ്പ്. കള്ളപ്പണം വെളുപ്പിക്കലിന് പ്രതികൾ കണ്ടെത്തിയ മാർഗമാണ് തട്ടിപ്പെന്ന് പോലീസ്. കവർച്ച ചെയ്ത പണത്തിന് പ്രതികൾ വാങ്ങിയ ചാക്കുകണക്കിന് ഏലക്ക പിടിച്ചെടുത്തു. കുണ്ടന്നൂരിലെ വ്യവസായിയെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി 80 ലക്ഷം രൂപ കവർന്നത് കൃത്യമായ ആസൂത്രണത്തോടെ. കഴിഞ്ഞ ദിവസം പിടിയിലായ ഒന്നാം പ്രതി ജോജിയും അഭിഭാഷകനായ നിഖിൽ നരേന്ദ്രനാഥും ബുഷ്ര എന്ന യുവതിയും ചേർന്നാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തത്. 2 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ നൽകി 3 അംഗ സംഘത്തെ ഉപയോഗിച്ചായിരുന്നു കവർച്ച. ഏജന്റുമാർ വഴിയാണ് പണമുള്ളവരെ കണ്ടെത്തിയിരുന്നത്. പണം നഷ്ടപ്പെട്ടവർ പോലീസിൽ പരാതി നൽകിയാൽ പരാതിക്കാരനെ കുടുക്കാനുള്ള പദ്ധതിയും തയ്യാറാക്കിയിരുന്നു. കവർച്ച ചെയ്ത പണത്തിൽ നിന്നും 14 ലക്ഷം രൂപയെടുത്താണ് 12ാം പ്രതിയായ ലെനിൻ ഏലക്ക വാങ്ങിയത്. 1ാം പ്രതി ജോജിയെ ഏലക്കാത്തോട്ടത്തിൽ ഒളിപ്പിച്ചതും ലെനിൻ തന്നെ. ഇടുക്കി മുരിക്കാശ്ശേരിയിലെ ഏലകർഷകനായ ലെനിൻ നിരവധി സഹായങ്ങളാണ് തട്ടിപ്പ് സംഘത്തിന് ചെയ്തു കൊടുത്തത്. ചാക്ക് കണക്കിന് ഏലക്ക മരട് പോലീസ് പിടിച്ചെടുത്ത് സ്റ്റേഷനിൽ എത്തിച്ചു. തട്ടിയെടുത്ത പണമുപയോഗിച്ച മൊബൈൽ ഫോണുകൾ വാങ്ങിയെന്നും പ്രതികൾ മൊഴി നൽകി. കവർച്ചയ്ക്കുപയോഗിച്ച എയർ പിസ്റ്റളും പോലീസ് പിടിച്ചെടുത്തു. കേസിൽ ഇതുവരെ 11 പ്രതികളാണ് പിടിയിലായത്. മുഖംമൂടി ധരിച്ചെത്തിയ സംഘത്തിലെ 3ാമനെയാണ് ഇനി പിടികൂടാനുള്ളത്. ഇയാൾ സംസ്ഥാനം വിട്ടെന്നാണ് പോലീസ് നിഗമനം. കവർച്ച ചെയ്ത പണത്തിലെ 70 ലക്ഷം രൂപയോളം ഇതുവരെ കണ്ടെടുത്തു. ഇതേ സംഘം മുൻപും പണം ഇരട്ടിപ്പിക്കൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന വിവരവും പോലീസിന് ലഭിച്ചു. ഇക്കാര്യത്തിലും വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.